സ്റ്റുഡൻറ് കൺസെഷൻ നമ്മുടെ ബോണഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്, അതായത് റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ റെയിൽവേ നൽകുന്ന കൺസെഷനാണ്. കൺസെഷൻ്റെ ഒരു ബേസിക് തിയറിയിൽ ഒന്ന്, അതിൽ മിനിമം ഫെയർ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. നമുക്ക് റെയിൽവേ സംബന്ധിച്ച് ഓരോ ക്ലാസ്സിനും മിനിമം ഫെയറുകളുണ്ട്. അത് കൺസെഷനെ സംബന്ധിച്ച് അത് ആപ്ലിക്കബിൾ അല്ല എന്നാണ്. ഈ കൺസെഷൻ സർട്ടിഫിക്കറ്റ് മാത്രമായിട്ടാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ടിക്കറ്റ് ഇല്ലാത്തവരായിട്ടായിരിക്കും പരിഗണിക്കുന്നത്. അതിന് വിത്തൗട്ട് ടിക്കറ്റിൻ്റെ ഫൈൻ കൊടുക്കേണ്ടിയും വരും. അതുപോലെ SC/ST സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ കോളേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മേലധികാരി സർട്ടിഫൈ ചെയ്യുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊരു സംഗതി ഇതിൻ്റെ ഒരു പീരീഡാണ്. ഇത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഔട്ട്വേർഡ് ജേണി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ 14 ദിവസമാണ് നിങ്ങളുടെ അതിനുള്ളിൽ പോകണം. നമസ്കാരം, യാത്രക്കാരെ ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. റെയിൽവേ കൺസെഷനുകളെ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് നമ്മുടെ വെക്കേഷൻ സീസണൊക്കെ വരുന്നു. നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന റെയിൽവേ കൺസെഷനെ കുറിച്ചാണ് പറയുന്നത്. അതിനുമുമ്പ് കൺസെഷൻ്റെ ചില പൊതു തത്വങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു കൺസെഷൻ മാത്രമേ ഒരാൾക്ക് ഒരു സമയം അവൈൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു സ്റ്റുഡൻറ് കൺസെഷൻ സ്വീകരിക്കുന്ന ഒരാൾ, അവൈൽ ചെയ്യുന്ന ഒരാൾ അതേസമയം ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ, ദിവ്യാംഗജൻ ആണെങ്കിൽ ആ കൺസെഷനും കൂടെ വാങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻറ്റിന് കൺസെഷൻ ഉണ്ട്. ക്യാൻസർ പേഷ്യൻ്റെ കൺസെഷൻ വാങ്ങിക്കൊണ്ട് നമുക്ക് TB പേഷ്യൻറ്റും കൂടെ ആണെങ്കിൽ ഇത് 2 കൺസെഷൻ ഒരുമിച്ച് കിട്ടില്ല. അതായത് ഒരു കൺസെഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. ഈ വീഡിയോ ചെയ്യുന്നത് സ്റ്റുഡൻറ് കൺസെഷനെ കുറിച്ചാണ്. സ്റ്റുഡൻറ് കൺസെഷൻ നമ്മുടെ ബോണഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്, അതായത് റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ റെയിൽവേ നൽകുന്ന കൺസെഷനാണ്. ഇത് അവർക്ക് വെക്കേഷൻ സമയത്തിൽ വീട്ടിൽ പോയിട്ട് തിരികെ വരാനും, അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി മറ്റൊരു ട്രെയിനിങ് സെൻറ്ററിൽ പോയി തിരികെ വരാനോ, അങ്ങനെ പലതരം വിദ്യാർത്ഥികളുടേതായ ആവശ്യത്തിനുള്ള കൺസെഷനാണ്. അതുപോലെ വിദ്യാർത്ഥി ഗ്രൂപ്പിനുള്ള ടൂർ കൺസെഷനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. അത് കുറച്ചുകൂടി വിശദമായി പറയേണ്ടതുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷനെ കുറിച്ചാണ്. അതിൽ കൺസെഷൻ്റെ ഒരു ബേസിക് തിയറിയിൽ ഒന്ന്, അതിൽ മിനിമം ഫെയർ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. നമുക്ക് റെയിൽവേ സംബന്ധിച്ച് ഓരോ ക്ലാസ്സിനും മിനിമം ഫെയറുകളുണ്ട്. അത് കൺസെഷനെ സംബന്ധിച്ച് അത് ആപ്ലിക്കബിൾ അല്ല എന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന കൺസെഷൻ, ഉദാഹരണത്തിന് വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് പോകാനും അവിടെ നിന്ന് തിരികെ വരാനും കൊടുക്കുന്ന കൺസെഷൻ, അതിൽ ബ്രേക്ക് ജേണി അലൗഡ് അല്ല. അതുപോലെ തന്നെ അത് ഏറ്റവും മിനിമം ഡിസ്റ്റൻസിലുള്ള റൂട്ടിലായിരിക്കും, വളഞ്ഞുള്ള യാത്ര എന്നും റീസണബിളി ഡയറക്റ്റ് റൂട്ടിലായിരിക്കും, ഡയറക്റ്റ് ട്രെയിൻസ് ഉള്ള റൂട്ടിലായിരിക്കും കൺസെഷൻ, സ്റ്റുഡൻറ് കൺസെഷൻ കൊടുക്കുന്നത്. വളഞ്ഞുള്ള റൂട്ടിൽ നിന്ന് സഞ്ചരിക്കുക ഈ കൺസെഷനിൽ സാധ്യമല്ല. നോർമലി നമുക്ക് കൺസെഷൻ ഫോം ഉണ്ട്. അത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ ഉണ്ടാവും. അത് ആൾറെഡി അവരുടെ ആ സർട്ടിഫൈ ചെയ്ത് റിസർവേഷൻ ഓഫീസിൽ പോയി നിങ്ങൾക്ക് റിസർവ് ചെയ്യാം, അല്ലെങ്കിൽ ജനറൽ ടിക്കറ്റ് ഈ കൺസെഷൻ അവൈൽ ചെയ്ത് ടിക്കറ്റ് വാങ്ങുകയും ചെയ്യാം. അത് നിങ്ങൾ ഈ പറയുന്ന ഫോം വാങ്ങിയിട്ട് പോയി അത് എക്സ്ചേഞ്ച് ചെയ്യാതെ അത് വെച്ചിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുക സാധ്യമല്ല. അങ്ങനെ ഒരു കൺസെഷൻ ഇല്ല. ഈ കൺസെഷൻ സർട്ടിഫിക്കറ്റ് മാത്രമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ടിക്കറ്റ് ഇല്ലാത്തവരായിട്ടായിരിക്കും പരിഗണിക്കുന്നത്. അതിന് വിത്തൗട്ട് ടിക്കറ്റിൻ്റെ ഫൈൻ കൊടുക്കേണ്ടിയും വരും. ഇനി നമുക്ക് അതിൻ്റെ കൺസെഷൻ എങ്ങനെയാണ്, എത്രത്തോളം കൺസെഷൻ കിട്ടും എന്നുള്ള സംഗതി നോക്കാം. ജനറൽ സ്റ്റുഡൻസിന് നോർമൽ ഫെയറിൻ്റെ, പബ്ലിക്കിനുള്ള ഫെയറിൻ്റെ 50%, 50%. എന്നാൽ ഈ SC/ST സ്റ്റുഡൻസിന് വരുന്നത് 50% ഓഫ് ദി ജനറൽ സ്റ്റുഡൻസ്. അതായത് പബ്ലിക്കിന് 100 രൂപയാണെങ്കിൽ ജനറൽ സ്റ്റുഡൻസിന് 50 രൂപയായിരിക്കും ചാർജ്. അതിൻ്റെ 50%, അതായത് 25 രൂപയായിരിക്കും SC/ST സ്റ്റുഡൻസിനുള്ള ടിക്കറ്റിൻ്റെ കൺസെഷൻ നിരക്ക്. ഇനി എത്ര വയസ്സ് വരെ പോകാം വരെ കൺസെഷൻ, സ്റ്റുഡൻറ് കൺസെഷനാണല്ലോ നമ്മൾ ഈ പറയുന്നത്. അത് എത്ര വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിനാണ് കൺസെഷൻ കൊടുക്കുന്നത്? ജനറൽ സ്റ്റുഡൻസ് ആണെങ്കിൽ 25 വയസ്സ്, SC/ST സ്റ്റുഡൻസ് ആണെങ്കിൽ 27 വയസ്സ്, ആൻഡ് റിസർച്ച് സ്കോളേഴ്സ് ആണെങ്കിൽ അത് 35 വയസ്സ് വരെയാണ് കൺസെഷൻ കൊടുക്കുന്നത്. അതുപോലെ SC/ST സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ കോളേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മേലധികാരി സർട്ടിഫൈ ചെയ്യുന്ന ആ
ഒരു സർട്ടിഫിക്കറ്റ് കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇനി ഒന്ന്, ഏതൊക്കെ പർപ്പസിനാണ് ഈ സ്റ്റുഡൻറ് കൺസെഷൻ കൊടുക്കുന്നത് നോക്കാം. ഒന്ന്, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് പോകാൻ. 2, ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തിരികെ വരാൻ. ഇനി എന്തെങ്കിലും മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, തിരികെ വരണം. ഇനി മറ്റൊരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ എക്സാം സെൻറ്ററിലേക്ക് പോകണം. ഈ എക്സാം എന്ന് പറയുന്നത് ഒരു ജോബിനുള്ള എക്സാം ആവാൻ പാടില്ല. മറ്റെന്തെങ്കിലും ടൈപ്പ് എക്സാമിനേഷനോ സ്കോളർഷിപ്പിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മറ്റൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ അവിടെ നിന്ന് തിരികെയുള്ള യാത്രയ്ക്കുള്ള അതിനുള്ള കൺസെഷൻ കിട്ടും. അതുപോലെ എഡ്യൂക്കേഷണൽ ടൂർസിനുള്ള കൺസെഷൻ കിട്ടും. മറ്റൊരു സംഗതി, ഇതിൻ്റെ ഒരു പീരീഡാണ്. ഇത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഔട്ട്വേർഡ് ജേണി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ 14 ദിവസമാണ് നിങ്ങളുടെ അതിനുള്ളിൽ പോകണം. ഇനി ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ജേണിയുടെ സമയം 150 ദിവസം വരെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് സ്റ്റുഡൻറ് കൺസെഷൻ്റെ ബേസിക് സംഗതികൾ. നമ്മൾ ഈ പീരീഡിനകത്ത്, അതായത് 14 ദിവസത്തിനുള്ളിൽ നമ്മൾ യാത്ര പെർഫോം ചെയ്യണം. തിരിച്ചു വരാനുള്ള സമയം 150 ദിവസമാണ്. ഈ പീരീഡിനുള്ളിൽ വേണം നമ്മുടെ കൺസെഷനോടുകൂടിയുള്ള യാത്ര ചെയ്ത് അവസാനിപ്പിക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻസ് ഫോയിൽ ഉണ്ട്. നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റിൽ ഒരു ഫോയിൽ റെയിൽവേ സ്റ്റേഷനിൽ കൗണ്ടറിൽ കൊടുക്കേണ്ടതാണ്, ഒരെണ്ണം കയ്യിൽ വെക്കേണ്ടതാണ്. ഈ കയ്യിൽ വെക്കുന്ന സംഗതി ഇല്ലെങ്കിലും നിങ്ങളുടെ ടിക്കറ്റ് ഇല്ലാത്തതായിട്ടായിരിക്കും പരിഗണിക്കുന്നത്. തീർച്ചയായും വെക്കേഷൻ കാലം വരുന്നു. നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വീടുകളിലേക്കും തിരിച്ചുമൊക്കെ പോകുന്ന സമയമാണ് ഇത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങളുടെ പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇത്തരം അപ്ഡേറ്റ്സിന് വേണ്ടി ജസ്റ്റ് ഡീകോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.